എല്ലാവർക്കും എന്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. സോ ഞാനാണ് മൈൽസ് മൊറാൽസ്, ഈ ന്യൂയോർക്ക് സിറ്റിയുടെ രണ്ടാമത്തെ സ്പൈഡർമാൻ. സോ ഇന്ന് എന്റെ അങ്കിൾ ആരോൺ എന്നോട് എന്തോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. ഇനി എന്തോ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനി അങ്ങോട്ട് പോയാലും ഇനി ശരിയാവും. ഞാൻ ഇനി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. തൂങ്ങി കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ എത്താനാണ് പറഞ്ഞത്. എന്തോ സാധനം കിട്ടുമെന്ന് കണ്ടൊക്കെ പറയുന്നത്. ഞാൻ ഇനി കുത്തി വരിഞ്ഞ് അങ്ങോട്ട് പോട്ട്. എന്റെ ചൂണ്ടൊക്കെ എന്താ ഇതാ ഞാൻ ചൂണ്ടയിടുന്ന മാൻ, ബിക്കോസ് ഐ സ്പൈഡർമാൻ. യു നോ ദാറ്റ് ഐ എം പ്രോ പ്രോ. സോ ഞാൻ ഇവിടെ എത്തി ഗായ്സ്. ഇനി പറ അങ്കിളെ, ഇങ്ങോട്ടാണ് പോകേണ്ടത്. എന്തോ സ്ഥലത്തൊക്കെ സ്കാൻ ചെയ്യണം. ഓക്കെ, സ്കാൻ ചെയ്യാം. ഇത് തൊട്ടല്ലേ സ്കാൻ ചെയ്യണ്ടേ? അല്ലേ, മൗസിന്റെ നടുക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ തൊട്ട് എന്റെ സ്പൈഡി സെൻസ് ഫുൾ ഞാൻ ഉപയോഗിക്കാൻ പോവാണ്. ഈ സ്പൈഡർമാൻ ഇതാണ്ട് ഇവിടെ വലുതാവുന്നു, ഇവിടെ ചെറുതാവുന്നു. എന്തത്? ഓ ഓ എനിക്ക് മനസ്സിലായി സംഗതി മനസ്സിലായി. ഈ വലുതായെടുത്ത് അല്ല, അപ്പൊ ഈ ചെറുതായെടുത്തിന്റെ അടുത്തോട്ട് പോകണം. അപ്പൊ എല്ലായിടത്തും പോയി സ്കാൻ ചെയ്തിട്ട് അവിടെ ചെറുതാ, ഇവിടെ വലുത്, അവിടെ വലുത്, ഇവിടെ ചെറുത്. അപ്പൊ എന്തോ സംഗതി ഉള്ളത് ആ ഭാഗത്താണ്. അപ്പൊ അങ്ങോട്ട് നമുക്ക് പോവാം. പക്ഷെ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ചാടിപ്പോയി. എന്തായാലും ഇങ്ങോട്ട് പോവാം. ഇനി സ്കാൻ ചെയ്യാം. ഓ ഇവിടെ ചെറുതാണ്, ഇവിടെ ചെറുതായി. കുറച്ചുകൂടി ചെറുതായി. ഇപ്പൊ ഈ വെന്റ് ആയിരിക്കും. അല്ലല്ലോ, ഈ വെന്റിൽ കിട്ടി. സംഗതി കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തോന്ന് വെച്ചാൽ നോക്കാം. ഇവിടെ ഒരു വെന്റ് ആണോ? ഇനി എന്ത് ചെയ്യണ്ടേ? ഒന്നും പറഞ്ഞില്ല. വീണ്ടും സ്കാൻ ചെയ്യണോ? സ്കാൻ ചെയ്യണം. ഓക്കെ, സ്കാൻ ചെയ്തിട്ട് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും കറക്റ്റ് അലൈൻ ചെയ്യണം. എന്റെ സ്പൈഡി സെൻസ് ഫുൾ ഉപയോഗിച്ച് ലെഫ്റ്റ് ഷിഫ്റ്റ് അലൈൻ ചെയ്തു. ഇനി റൈറ്റ് ഷിഫ്റ്റ് അലൈൻ ചെയ്യണം. അത് ചെയ്തു ഗൈസ്. സോ അങ്ങനെ എന്റെ സ്പൈഡി സെൻസ് ഫുൾ ഉപയോഗിച്ച് അത് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണ്ടേ? യു ക്യാൻ റാങ്ക് ദ പാനൽ റിവേൾഡ് ഓപ്ഷൻ. ഇത് കാണുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് പോവാം. ഇനി എന്ത് ചെയ്യണ്ടേ? ഒരു ഓപ്ഷനും കാണിക്കുന്നില്ല. വാട്ട് ടു ഡു? സേ എനിത്തിങ് അങ്കിൾ, എല്ലാം പറയൂ. അവിടെ ആണല്ലേ, ഞാൻ തന്നെ ഇങ്ങോട്ട് അടിയേ. ഓക്കെ, ഇപ്പൊ പോകേണ്ട സ്ഥലം ഇവിടെ. ഇനി എന്താണ് ചെയ്യണ്ട? ക്യൂ. ഇവിടെ ഒരു ഇതുണ്ടല്ലേ. ഓക്കെ, ഇത് ചെയ്തു. ഇനി സ്കാൻ ചെയ്യണം. ഇനി സ്കാൻ ചെയ്യണം. അപ്പൊ ഇത് കിട്ടി. വീണ്ടും ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും. പക്ഷെ ലെഫ്റ്റ് കുറച്ച് ചെറുതാണ്, റൈറ്റിലെ കുറച്ച് വലുതാണ്. എന്തായാലും നമുക്ക് അലൈൻ ചെയ്യാൻ നമ്മൾ പൊളിയാണ്. ബിക്കോസ് ഐ എം മൈൽസ്. ഇത് നമ്മൾ തുറന്നിരിക്കുന്നു. സോ തുറന്നു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണ്ട? ഇനി എന്ത് ചെയ്യണ്ട? എന്ത് പറഞ്ഞില്ലല്ലോ. ഇനി മൂവ് ടു എ പൊസിഷൻ വേർ യു ക്യാൻ റാങ്ക് ദ പാനൽ. സെയിം സാധനം. സോ അപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തോ ചെയ്യണം? കുറച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ചിലപ്പോ ഇവിടെ എന്നാ ശരിയാവുമായിരിക്കും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി നോക്കാം. ഞാൻ ഒത്തിരി നോക്കിയിട്ട് അവസാനം ഞാൻ ഒരു 10 മിനിറ്റ് നോക്കണം. അപ്പോഴാണ് ഇത് കണ്ടത്. ഇപ്പൊ ഇവിടെ എന്തോ ഒരു ഷട്ടർ പോലത്തെ എന്തോ ഒരു സാധനമാണ്. അപ്പൊ ഇത് തുറക്കണം. ഇതെന്താണ് ഈ തിളങ്ങുന്ന സാധനം? അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ അമ്മക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പൊ ഒരു ഓപ്ഷൻ വന്നു. ഒരു ഓപ്ഷൻ ഞാൻ കാണുന്നു. ഇതായിരുന്നല്ലേ ചെയ്യണ്ടേ? ഇതിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് സ്കാൻ അടിച്ചോണ്ടിരുന്നു. ഇനി എന്താണ് അങ്കിളെ ചെയ്യണ്ടേ? പറയൂ. അകത്തോട്ട് കയറണം അല്ലേ? ഓക്കെ, സോ നമുക്ക് അകത്തോട്ട് കയറാം ഗായ്സ്. ഇനി ഇവിടെ എന്തുവാണ് അടുത്ത പണി? ഇതെന്തുവാണ്? ഇവിടെ ഒന്നും ഓപ്ഷൻ വരുന്നില്ല. എന്തുവാണ് അങ്കിളെന്തോ പറയുന്നൊന്നും ഞാൻ നല്ല കേട്ടില്ല. ഇനി ഇത് ചെയ്യണ്ടേ? അപ്പം ഇവിടെ എന്ത് ചെയ്യണ്ടെന്ന് പറയുന്നില്ലേ ആള്? എന്ന് പറ മോനെ, അങ്കിളെന്ന് പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ഭാഗത്ത്. ഇവിടെ അല്ല, ഈ കമ്പ്യൂട്ടറിലൊന്നും ഇല്ല. ഇവിടെ CPU അതും അല്ല, ഇവിടെ ലൈറ്റും അല്ല, ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ എന്താ ഓപ്ഷൻ വരുന്നത്? ഇതായിരുന്നു. ഇവിടെ വന്നപ്പോ ആദ്യം വന്നപ്പോ ഇവിടെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു ഓപ്ഷൻ വന്നു. അത് കൊള്ളാലോ. ഓക്കെ, എന്റെ മുഖം സ്കാൻ ചെയ്ത് തുറന്ന് എന്റെ മുഖമായിട്ട് സ്കാൻ ചെയ്ത് വെച്ചേക്കുന്നില്ലേ കൊച്ചു കളർ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഒരു വട്ടം. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതങ്ങനെ ശരിയാവും. ഞാൻ അറിയാത്തൊരു സ്ഥലം. ഞാൻ എങ്ങനെ വന്നു ഇവിടെ? എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു സാധനം. എന്തോ സ്യൂട്ടിന്റെ എന്തോ ഒരു സാധനമാണെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു എന്റെ അങ്കിളുടെ സ്യൂട്ടിന്റെ ഏതൊരു സാധനമാണ്. മറ്റേ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. സ്പൈഡർമാന്റെ മൈൽസ് മൊറാൽസിന്റെ സിനിമ കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അത് കണ്ടാൽ തന്നെ എന്തോ സാധനം ഇതെന്ന്. എല്ലാത്തിനും ബാർ ഉണ്ടല്ലേ. എന്റെ ഹെൽത്ത് കൂട്ടി, ഡാമേജ് കൂട്ടി, ഇനി ക്രോൾ ചെയ്യുന്നതിന്റെ സ്പീഡാന്ന് തോന്നുന്നു, അതും കൂട്ടി. പിന്നെ ഇതെന്തോണ്? ഇതും കൂട്ടി. ഹെൽത്തിനും കൂട്ടാൻ പറ്റില്ല. ഇനി അതിന് വേറെ എന്തൊക്കെ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് അടുത്ത മിഷനിലേക്ക് പോകാം.
ഇനി എന്തുവാണ് നമുക്ക് ചെയ്യേണ്ടത്? പറയാം അങ്കിൾ. ഓ ഓക്കെ. ഡോണ്ട് മീൻ ടു അങ്ങനെ ഓക്കെ. ഓ ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ചാടിപ്പോവാം. ഒരു പണിയില്ല നിൽക്കുവാണ്. ഓ അമ്മ വിളിച്ചു നമ്മളെ. അമ്മ വിളിച്ച് നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ പറയണം, അല്ലേ ശരിയാവില്ല. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് നമ്മള് സ്പൈഡർമാനാന്ന് അറിയാമെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇങ്ങനെ പറഞ്ഞ് അമ്മ വേഗം കട്ട് ചെയ്യൂ. എനിക്ക് വേറെ പണിയുണ്ട്, വേഗം കട്ട് ചെയ്യൂ വേഗം. എനിക്ക് വേറെ പണി വേറെ ഒത്തിരി ഉണ്ട്. ആ കട്ടായി. ഇനി അടുത്ത് നമുക്ക് പണി നോക്കി പോവാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ അധികം പണിയൊന്നുമില്ല, അത് വേറെ കാര്യം. ഞാൻ ചുമ്മാ പറഞ്ഞു. ഫ്രണ്ടിൽ നിന്ന് ഒരു ക്രൈം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആദ്യം ആ ക്രൈം റിപ്പോർട്ടിനെ ഒന്ന് പോയി കൊടഞ്ഞിട്ട് വരാം. ചേത്തവനാണ് എന്റെ സിറ്റിയിൽ തൊടാൻ. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ ക്രൈം റിപ്പോർട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ ആരെയും കാണുന്നില്ല. എന്തുവാണ് പ്രശ്നം? എന്തുവാണ് പ്രശ്നം? ഒന്നും മനസ്സിലാവുന്നില്ല. ഓ, ഇവിടെ എനിക്കൊരു ഫോട്ടോ എടുക്കാനുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെക്കണേന്ന്. ഞാൻ ഇനി ഫോട്ടോ എടുക്കണം. ഏത് ബട്ടനായിരുന്നു? ഇതല്ലല്ലോ. ആ ഓ ആയിരുന്നു തോന്നുന്നു. ഓ ഞെക്കി നോക്കട്ടെ. ഓക്കെ, നീ ഫോട്ടോ എടുക്കണേ ഉമ്മാറെ. എങ്ങനെ എടുക്കും? സോ അങ്ങനെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് ആ ക്രൈം റിപ്പോർട്ട് വീണ്ടും കാണിക്കും നമ്മളെ. അവിടെ തന്നെയാണ് തോന്നുന്നു. മുമ്പ് എന്താണെന്ന് അറിയത്തില്ല, ഗ്ലിച്ച് സംഭവിച്ചാന്ന്. നമുക്ക് എന്തായാലും ആ ക്രൈം റിപ്പോർട്ട് ഒന്ന് പോയി ഉള്ള ക്രൈമിനില്ലാക്കാം. പിന്നെ എന്തിനാ സ്പൈഡർമാൻ? ഞാൻ മൈൽസ് മൊറാലിസ്, സെക്കൻഡ് സ്പൈഡർമാൻ ഇൻ ദി സിറ്റി. യു നോ ദാറ്റ്? എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ദാണ്ട വലിഞ്ഞു കയറി തൂങ്ങി. ദാണ്ട ഏതെങ്കിലും ചിലന്തിക്ക് ഇതുണ്ടോ? വിങ് ഏതെങ്കിലും ചിലന്തിക്കുണ്ടോ ചിറക്? ഇല്ലല്ലോ. എനിക്കുണ്ട്. ബിക്കോസ് ഐ ആം സ്പൈഡർമാൻ. യു നോ ദാറ്റ്? ബിക്കോസ് ഐ നോ ദാറ്റ്. ദാണ്ട അവിടെ അവന്മാർ എന്ത് കാണിച്ചിരിക്കുന്ന? തീയിടുന്ന എന്റെ സിറ്റിയിൽ തീയിടുന്നോ? ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. ചാടിക്കറി അവന്മാർ തലമണ്ടയ്ക്ക് ലാൻഡ് അടിച്ചിരിക്കും. എൻട്രി മോനെ, നിന്നെ ഞാൻ വെറുതെ വിടൂലടാ. ഫയർ ട്രക്കിന്റെ ഇതുണ്ടാക്കിയവനെ മോനെ. ഫയർ ട്രക്കിനെയാണോടാ നിങ്ങളൊക്കെ അടി വെക്കുന്നത്? എന്നാ പിട്ടി എന്റെ അടി. ഇവന്മാരൊന്ന് ഞാൻ വേഗം തീർത്തോട്ട് കാര്യം, അല്ലെങ്കിൽ ഇവന്മാര് ഇടയ്ക്ക് കൂടെ കിടന്ന് പണി ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഫുള്ള് മണ്ണങ്ങളാണ്, ഒന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ആദ്യം ഇവന്മാരെ ഒന്ന് തീർക്കണം. ആദ്യം ഇവന്മാരെ അങ്ങ് തീർക്കട്ടെ. ഒരു പോലീസിനെ കൊണ്ട് ഇങ്ങനത്തെ ഒരെണ്ണത്തെ പോലും തൂങ്ങാൻ പറ്റത്തില്ല. അപ്പോഴല്ലേ ഇത്ര എണ്ണം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. 2 സ്പൈഡർമാൻ ഉണ്ടായിട്ട് അധികമൊന്നും പറ്റുന്നില്ല. നല്ല പാടാണ്. അല്ലെങ്കിൽ 2 സ്പൈഡർമാൻ ഉണ്ടായിട്ടും എന്തോ ചെയ്യാനാണ്. അല്ലെങ്കിൽ ഉള്ള സ്പൈഡർമാനിനേക്കാൾ ഏറ്റവും കട്ടിപ്പണിയെടുക്കുന്നത് ഞാൻ. 2 സ്പൈഡർമാനെ ഞാൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അറിയാമോ? ബിക്കോസ് ഐ എം ലീഡർ. ആദ്യം ഇവനെ കൊല്ലട്ട്. ഈ ഒരാളും കൊണ്ടായിരുന്ന ചാവ് ചാവ് ചാവ്. ഒരുത്തരും കൊണ്ട ചാവ് പോയി. നീ ചാവടാ മോനെ. നിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചേ? ചാവട ചാവ് ചാവ് ഡൈ 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 ചാവ് 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 ചാവ്. പൊളി ചാവ്. അവൻ ചത്ത്. ഇനി ഫയർ ട്രക്ക് ഫുൾ ഒന്ന് കെടുത്തണം. 2 എണ്ണം. ഈ വീട് സ്പീഡ് 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 അപ്പ് സ്പീഡ് അപ്പ്. ഓക്കെ, ഫയർ ട്രക്ക് കെടുത്തി. ഇനി നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. സോ ഓക്കെ, വേഗം എന്റെ മൊബൈൽ ഓപ്പൺ ചെയ്യണം. ആദ്യം അയ്യോ ഇവനെ ആദ്യം എനിക്ക് ആംബുലൻസിൽ കൊണ്ട് കയറ്റണം. എപ്പുറത്ത് ആംബുലൻസ് ഇവിടെ ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. എനിക്കറിയില്ല. വൈദ്യുതി അനുസരിച്ച് ഏകദേശം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൈഡിൽ തന്നെ ഉണ്ട് ആംബുലൻസ്. അപ്പൊ അവന്റെ സത്യമാണ് അവൻ പറഞ്ഞത്. അതാണ് ആംബുലൻസ്. നേരെ പോകുന്നു, FM വെക്കുന്നു, രണ്ടാമത് FM വെക്കുന്നു, കയറുന്നു. അങ്ങനെ ഇവനെ കയറ്റി. മുമ്പ് ഞാൻ രക്ഷിച്ചവൻ ഇവന്റെ ഇതേ മുഖച്ചായ. ഇവൻ തന്നെ 2 വട്ടിനകത്ത് കിടന്ന് വെട്ടെന്തിനാണ്. ഞാൻ പോണ്. സ്പൈഡർമാൻ. ഇനിയാണ് ഞാൻ പീറ്റർ ആയിട്ട് കളിക്കാൻ പോണത്. ഇത്ര നേരം മൈൽസ് മൊറാലിസ് ആയിട്ടായിരുന്നു കളിച്ചത്. ഇനി പീറ്ററിലേക്ക് സ്വിച്ച് ചെയ്യണം. മൊബൈലിൽ പോണു, എന്തൊക്കെ പോട്ടെ. ഇപ്പൊ പീറ്ററിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. So now I am Peter Parker, the officially one and only Spider-Man. അതാണ് നമ്മുടെ ഫ്രണ്ട് ഹാരി വിളിക്കുന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞ, എന്തോ ഫൗണ്ടേഷനെ പറ്റിയൊക്കെ പറയാനാണ് വിളിച്ചത്.
ഇനി അങ്ങോട്ടങ്ങ് പോണം. ഇപ്പൊ MJ വിളിച്ച് എന്താ ചെയ്യാനാന്ന് സമാധാനായിട്ട് ഇരിക്കാൻ പറ്റൂല. എല്ലാം കയറി വിളിച്ചോളും. ഹാരി വിളിച്ച് ഓക്കെ അത് ഫ്രണ്ടാണ്. ഇപ്പൊ എന്ത് നീള് കയറി വിളിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കയറി ചെന്നങ്ങ് പോവാം. കുറച്ച് ദൂരെയാണ് സ്ഥലം, പക്ഷെ ഞാൻ ഇങ്ങനെ സ്റ്റണ്ടൊക്കെ കാണിച്ച് വരുമ്പോ തന്നെ അങ്ങ് സമയം പോകുന്ന അറിയില്ല. ഞാൻ ഫൗണ്ടേഷൻ്റെ അടുത്ത് എത്തണം. അടുത്ത് വല്ലതും എത്തുമ്പോ ക്രൈം റിപ്പോർട്ട് വല്ലതും ഉണ്ട്, അതും കൂടെ നോക്കിയിട്ടൊക്കെ പോകണം. അല്ലെങ്കിൽ സിറ്റി നമ്മുടേതാണ്, നമ്മളാണ് അത് നോക്കേണ്ട ഉത്തരവാദിത്വം. യു നോ ദാറ്റ് ബിക്കോസ് ഐ ആം ദ ബ്രോസ്റ്റ് ഓഫ് ദ പ്രോ സ്പൈഡി ദ സ്പൈഡർമാൻ. സോ ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടങ്ങ് നേരെ വലിച്ചു. ഓമനെ സ്റ്റണ്ട് കാണിക്കാനുള്ള സമയമില്ല എനിക്കിപ്പോ. ട്രൈ ചെയ്യാം ഇടയ്ക്കൊന്ന് സ്റ്റണ്ടൊക്കെ കാണിക്കാൻ. പക്ഷെ സ്റ്റണ്ട് ഇപ്പൊ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. സ്പീഡിൽ എത്തണം. സ്റ്റണ്ട് കാണിച്ചിരുന്ന സമയം കുറച്ച് പോകും. ഇങ്ങോട്ട് പോയി ചാടി ചാടാ മോനെ. ഓ ക്രൈം റിപ്പോർട്ട് ഒന്ന് നമുക്ക് ആദ്യം ക്രൈം റിപ്പോർട്ട് ഒന്ന് നോക്കാം. പോകാം നേരെ വിട്ടോ അങ്ങോട്ട്. ബിക്കോസ് സിറ്റി ബ്രോ. ക്രൈം റിപ്പോർട്ട് കണ്ടാൽ എനിക്ക് അപ്പം അങ്ങോട്ട് പോകണം. ബിക്കോസ് പോലീസ് ഇവിടുത്തെ ഒരു ചുക്കിനും കൊള്ളില്ല. നേരത്തെ പറഞ്ഞതില്ലേ, പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂലെന്നെ. പോലീസ് ദൂരെ മാറി നോക്കത്തേ ഉള്ളൂ. നമ്മളൊക്കെ ഒന്നിന് ബോക്സ് ഇട്ട് തന്നെ കൊടുത്ത്, രണ്ടാമത്തേന് ഇപ്പം കൊടുക്കും ഞാൻ. രണ്ടാമത്തിന് രണ്ടു കൊടുത്തു. ഒക്കെ അടുത്തവനെ ഞാൻ വേഗം തല്ലട്ട്. ഫൗണ്ടേഷൻ കാണാൻ വേണ്ടി വിളിച്ചതാണ്. ഓടിക്കോ, ഓടോടോട് ചവടാ മോനെ, ചവടാ നീ ചവടാ. മോനെ നീ ചവടാ, ചവടാ മോനെ, ചാവ് നീ ചാവ്. ഒരുത്തന്നെ ജീവനോടേക്കുള്ള അവകാശമില്ല. ചാവ്. ഓക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് പൈസ കിട്ടില്ല. കിട്ടി. ഇനി ഞാൻ വലിച്ചു നീട്ടി അങ്ങ് പോട്ടെ അങ്ങോട്ട്. ഞാൻ വന്നില്ലെന്ന് പറഞ്ഞ ഹാരി കിടന്ന് വഴക്കുണ്ടാക്കും. ചെയ്യാനാന്ന്. അങ്ങനെ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. അടുത്തെത്തി. ഓ ഇതാണല്ലേ ഹാരിയുടെ കട, ഫൗണ്ടേഷൻ. നൈസ്. നല്ല കട അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നല്ല കടയാണ്. എന്താണ് ഇവിടെ പണി? നീ ഡ്രസ്സ് മാറിയിട്ട് വരണമായിരിക്കും ചിലപ്പോ. ഞാൻ ആയിരിക്കും അല്ലേ, ഞാൻ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഹരിക്ക് അറിയാൻ തോന്നുന്നു. അല്ല എനിക്ക് തോന്നി ഡ്രസ്സ് മാറണമെന്ന്. പക്ഷെ ഡ്രസ്സ് മാറി. സോ I'm no Peter Parker, not Spider-Man, nothing else. I'm just a Peter Parker. ഇനി ഞങ്ങൾക്ക് പോയി ഹാരിയെ കണ്ടുപിടിക്കണം. വിടറാ നീ, വിടറാ. മരം എന്തുവാണ് ഈ മരം ഗൈസ്? ഇത് രണ്ടൊന്ന് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എമിലി വേഴ്സൺ, മെയ് പാർക്ക്. ഓ ഏകദേശം കുറച്ച് മനസ്സിലായി, കുറച്ച് മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. എന്തോ ഈ ചെടി. എനിക്ക് തോന്നുന്നു സ്പൈഡർമാനോട് ബന്ധപ്പെട്ട ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ച ഏതോ ട്രീ ആണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ്സിൽ ഒന്ന് പറഞ്ഞേക്ക്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം കമന്റ്സിൽ ഒന്ന് പറഞ്ഞേക്ക്. ഇത് ആരുടെ ഓർമ്മ വെച്ചാണ്? ആരുടെ അച്ഛൻ? ഇങ്ങേരാണെന്ന് തോന്നുന്നു എല്ലാത്തിന്റെയും കുഴപ്പത്തിന്റെ ഇത്. ചെയ്യാനാ ഇനി എന്താണ് പണി ബ്രോ? ഓക്കെ എന്നിട്ട് പോളി സാധനം, പോളി അമ്യൂസ്മെന്റ് പാർക്ക്. പക്ഷെ അമ്യൂസ്മെന്റ് പാർക്ക് അല്ല, ഇത് മാളാണ് ഇത്. പോളി സൂപ്പർ മാൾ. എന്താണിത് പറയുന്നത്? ഓക്കെ ഇനി ആ സ്ഥലം ഫുൾ എന്നെ കൊണ്ട് കാണിക്കണം. ഇനിയേ കാണിക്കാം. ഞാൻ തന്നെ പോവില്ല. എന്നെ പോയാ ഞാൻ വേറെ ഏതെങ്കിലും ആപത്തി ചെന്ന് വിടും. ആരെങ്കിലും ഒരാളിനെ ഗൈഡ് ചെയ്യാൻ വേണം. ഇങ്ങേരാണ് എന്തോ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഈ കമന്ററി അടിച്ചപ്പോഴേ മനസ്സിലായി. ഇങ്ങേരെ സൂക്ഷിക്കണം. ഇങ്ങേരെ അടുത്ത് വന്നാ സൂക്ഷിച്ചോണം. ഇനിയും ഹാരി നമുക്ക് ടൂർ തരും ഫുള്ള് സ്ഥലം. വാടാ ടൂറ്. നടക്ക് ഓട്. നിനക്ക് ചാവണ്ടെങ്കിൽ ഓട്. ബാഡ് ജെൻഡ ചെയ്തിട്ടുണ്ട്, ഓടിക്കും. ഇനി നമുക്ക് ഇവനിന്റെ സ്ഥലം ഫുള്ള് കാണിച്ചു തരും ഗായ്സ്. സോ നമുക്ക് ഈ ഹാരിയുടെ പുറകെ കിടന്നോടാം. അല്ലാതെ വേറെ പണിയില്ല, അല്ലെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഈ സ്ഥലം ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഈ സ്ഥലം ഫുള്ള് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. താഴോട്ടൊക്കെ പോണത്. ലിഫ്റ്റ്, ഹൈടെക് ലിഫ്റ്റ്.
ഇവിടുന്ന് ഇറങ്ങാനുള്ള സാധനമുണ്ട്. ഇറങ്ങി വാ. അവിടെ ഇരിക്കാനുള്ള ഇവിടെ അല്ലേ? എനിക്കൊന്ന് ചില കുറച്ചും കൂടെ താഴോട്ട് പോയിരിക്കും. ഓ താഴോട്ട് പോ. ആണ്ട്ര ഇറങ്ങിപ്പോന്ന് അതില് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ് ഇവനെയൊക്കെ ഞാൻ എന്തോ ചെയ്യാന്. ഹാരി മോനെ ഓട്ടറാ സ്പീഡിൽ കിടക്കടാ. നിന്റെ സ്ഥലം പറഞ്ഞിട്ട് വരില്ലേ? ഇവിടെ എന്റെ റൂൾസ് ആണ്. ഞാൻ നടക്ക്. ഇത് ഫോളോ മീ. ഞാൻ നിന്റെ പുറകെ നടക്കുന്ന പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഓ ഇതാര്യാ? ഏതാ ചെറുക്കൻ? ഓ ചെറുക്കനല്ലേ, സോറി. ഡോക്ടർ യങ്. കണ്ടപ്പോ ഞാൻ വിചാരിച്ച് വലിയ അപ്പൂപ്പനാണ്. ഓ ഓ തേനീച്ചയായിട്ട് ബന്ധപ്പെട്ട എന്തോ സാധനമാണെന്നൊക്കെ പറയുന്നു. ഹായ് തേനീച്ച. ഹായ് തേനീച്ച. ഓ ഇങ്ങനല്ലേ തേനീച്ചിരിക്കുന്നു? എനിക്ക് അറിയത്തില്ലായിരുന്നു ചേച്ചി. പിന്നെ 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 വേണ്ട, പീറ്ററിനെ ഒരു ഇഷ്ടമല്ല. ലെഫ്റ്റിലൊക്കെ നോക്കാനേ ഒരു മടി. ഇനി ഞാൻ എന്തോ എടുക്കണം? എന്തോന്ന്? ഹായ് ഡ്രോൺ. ഡ്രോൺ അല്ലല്ലോ. ഇവര് പറയുന്നത് ഇപ്പൊ ഞാൻ ഒരു ബി ആണ്, റോബോട്ടിക് എന്തോ സാധനമാണ്. ബാക്കി ബി എല്ലാം തല്ലിക്കൊല്ലണം. ഓ ബാക്കി ബി ഒക്കെ എവിടാണ്? ഈ പച്ച കളർ സാധനമാണോ ബി? ആണെന്ന് തോന്നുന്നു കേട്ടാ. ഈ പച്ച കളർ സാധനം തോന്നുന്നു കേട്ടോ ബി. ബി ആണോ ബീഹയോ ആണോന്ന് മനസ്സിലായില്ല. ബിയോ ബീഹയോ എന്ത് ചെയ്യണ്ടേ? ഇപ്പൊ 2 2/20 ആയി. മുകളിൽ കാണാൻ നിൽക്കുക. ഇപ്പൊ 3/20. ഓ ഈ ചുമന്ന സാധനത്തെ അല്ലേ കൊല്ലണ്ടേ? ഓ ഐ സി. ആ പച്ച സാധനം എന്റെ കൂടാണ്, ചുമന്നാണ് തേനീച്ച. അപ്പൊ 20 തേനീച്ച കൊല്ലണം. ഞാൻ 6 കൊന്നിപ്പോ 7 ആയി. ഇനി 8 ആയി. 9 10 ഇപ്പൊ ആവും. 11 കാണുന്നുണ്ട്. ഇനി 12 12 12. അതുകൊണ്ടാ 12 കിട്ടി. 13 കിട്ടി. ഇപ്പൊ കിട്ടും. 13 കിട്ടി, 14 കിട്ടി, 15 കിട്ടി. ഇവനെ കൊല്ലാം. 15 ആക്കാം. 15 ആവൂ. ഇനി 16 ആവൂ. 17 ആവൂ. 18. ഓ മീനെ കൊല്ലാൻ പറ്റുമോ? ശരിയില്ല. ഇനി അടുത്ത 18. ഓക്കെ വേറെ 2 കൂടെ. 1 ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് കഴിഞ്ഞ്. അങ്ങനെ ഇനി എന്തോ വേണ്ട? അടുത്തോട്ട് പോണോ? എങ്ങോട്ടാണ് പോണ്ട? ഓ ഇപ്പൊ ഞാൻ നടക്കുവാണ്. പൊളി. എന്തോ ചെയ്യേണ്ടത് വേഗം പറയൂ, എനിക്ക് സമയമില്ല. എന്നാ പിടിച്ചോ നിങ്ങളുടെ ഡ്രോണിന്റെ റിമോട്ട്. ഞാൻ പോട്ടെ. ഡ്രോൺ മാമൻ വന്ന്. ഓ മൈ ഗോഡ്, ഞാൻ പോലും അറിയാൻ ഞാൻ ഇത്ര ജീവൻ രക്ഷിച്ച. ഓ ഓക്കെ. ഞാൻ ഇവിടെ ജോലിക്ക് കയറാൻ എപ്പൊ പറഞ്ഞടാ നിന്നോട്? എപ്പം പറഞ്ഞടാ? ഓൾറെഡി ജോലിയില്ലായിരിക്കുവാണ്. സ്പൈഡർമാന്റെ ജോലി തന്നെ ഭയങ്കര തലവന്നെ ഇരിക്കുമ്പം സ്കൂളിൽ ജോലിക്ക് കയറിയതാ. ഫുള്ള് പണിയായപ്പോ നിന്റെ ജോലിയാ. ഓ മൈൽസ് നമ്മളെ മെസ്സേജ് അയക്കുന്നു. കുറച്ചേരം കഴിഞ്ഞ് വിളിക്കാന്ന് എഴുതി. ഓക്കെ കുറച്ചേരം ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പാവം മൈൽസ്. എന്തോ അർജന്റ് കാര്യം സംസാരിക്കാൻ വിളിച്ചാന്ന് തോന്നുന്നു. ഇപ്പൊ വിട്ടേക്ക്. ഇപ്പം അതിനെക്കാളും വലിയ അർജന്റ് കാര്യത്തിൽ നിൽക്കുവാണ്. എന്തുവാണ്? ഒരു കൈയുള്ള ഡോക്ടർ. ഇനി എന്താണ് ചെയ്യണ്ട? ഓ ഡോക്ടറാ? ഇപ്പൊ ഓ അങ്ങനെ ഡോക്ടർ ഒക്ടേവിയസ് വഴി ഇവനെ കണ്ടിട്ടുണ്ട്. ഓക്കെ അതാ ഞാൻ ആലോചിച്ചു. ഞാൻ അറിയാതെ ഇവൻ എപ്പോ ഇവനെ കണ്ട്. അങ്ങനെ ഈ ഡോക്ടറിനെ മനസ്സിലായില്ല ഇവനെ ചെയ്യുന്നത്. വേറെ കാര്യം. കയ്യില്ലാത്ത ഡോക്ടറെ മോനെ എന്തുകൊണ്ടാ എന്ന് എനിക്ക്. ഓ ഹാരി തല്ലിക്കൊല്ലെന്ന് തോന്നുന്നു കേട്ടാ. സോ ഗൈസ് ഇതിന്റെ ബാക്കി ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് റെക്കോർഡ് ആയില്ല. ഞാൻ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്താണ്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. സ്റ്റോറേജും ഉണ്ടായിരുന്നു, ബട്ട് അത് റെക്കോർഡ് ആയിട്ടില്ല. ഞാൻ ഡബിൾ ചെക്ക് ചെയ്തായിരുന്നു റെക്കോർഡ് ആവുന്നുണ്ട്. കാരണം റെക്കോർഡ് ബട്ടൺ സൈഡിൽ കാണുന്നുണ്ട്, പക്ഷെ അത് ഫയലിൽ നോക്കുമ്പോൾ അവിടെ ഫയലിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഗൈസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ ബാക്കി ഞാൻ കളിച്ച് നിർത്തിയതിന്റെ ബാക്കിയായിട്ട് വേറൊരു വീഡിയോ ഇടാം. അപ്പൊ ബൈ. ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. എന്തായാലും വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ അടുത്തൊരു പുതിയ ഗെയിം പ്ലേ ആയിട്ട് നമുക്ക് കാണുന്നവരെ ബൈ ബൈ.